ഇന്ന് പാക്കേജ് ട്രിപ്പിൻ്റെ 8ാമത്തെ ദിവസമാണേ. ഇന്ന് നേരെ കൊച്ചിക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ 10 മണിയാകുമ്പം ജസ്റ്റ് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഏകദേശം 6, 6.5 മണിക്കൂർ എടുക്കും പോകാൻ വേണ്ടി. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പം നേരെ പോകുന്ന വഴിക്ക് കുറേ ചേട്ടന്മാരവിടെ നിന്ന് ഫ്രഷ് മീൻ കൊണ്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഇന്നലെ ഇന്ന് കഴിച്ചത് കേട്ടോ, ഹോട്ടൽ തണലിൽ നിന്ന്. ഞാൻ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് പറഞ്ഞത്. ഇന്ന് വെജാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബുധനാഴ്ച ശബരിമലയ്ക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് 3-4 ദിവസം നൊയമ്പാണ്. അതുകൊണ്ടാണ് വെജ് കഴിച്ചത്. എല്ലാം രാവിലെ മുട്ടയൊക്കെ ഇല്ലാതെ ഒരു പിടി പിടിക്കത്തില്ല. അങ്ങനെ നേരെ റൂമിൽ വന്നു, ബാബുച്ചേൻ്റെ റൂമിൽ വന്നു. തുണിയെല്ലാം നിരത്തിയിട്ടേക്കുമായിരുന്നു. ഇനി അത് എടുത്ത് മടക്കി വെച്ചിട്ട് ഞാൻ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഹോട്ടലിലെത്തി അതിൻ്റെ പാർക്കിങ്ങിനാണിത് കേട്ടോ. അപ്പം ഞാനിന്നലെ ഇവിടെ കിടന്നില്ല, കാരണം വണ്ടി കുറവായതുകൊണ്ട് ചിലപ്പം ഇവിടെ തന്നെ കിടക്കാനൊരു ഭയം. അതുകൊണ്ട് ഞാനിവിടെ കിടന്നില്ല, നേരെ പോയത് ബാബുച്ചേൻ്റെ അടുത്തോട്ടാണ്. പിന്നെ ഉറങ്ങിയിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഗസ്റ്റ് വന്നു. ഞങ്ങൾ നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പുനലൂരാണേ. അപ്പോൾ പുനലൂരെത്തി. അപ്പോൾ ഇനി നേരെ കൊച്ചിയിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് റാന്നി നിർത്തി കേട്ടോ. നമ്മുടെ നാടാണ് റാന്നി. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായി. ഞാൻ മീൽസാണ് പറഞ്ഞത്. അപ്പോൾ അവർ AC റൂമിലായിരുന്നേ. അതുകൊണ്ട് ഞാൻ പുറത്തായിരുന്നു, AC റൂമിൻ്റെ പുറത്തായിരുന്നു. അപ്പോൾ നല്ല ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല കറിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഒത്തിരി നാളായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ പറ്റി. അങ്ങനെ ഗസ്റ്റ് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിനി നേരെ പോകുന്ന കൊച്ചിക്കാണ്. അപ്പോൾ പാല എടുത്തപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പാലയൊക്കെ കഴിഞ്ഞ് നേരെ മൂവാറ്റുപുഴ എത്തി കേട്ടോ. അപ്പം മൂവാറ്റുപുഴ എത്തി. ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് വല്ലത്ത് ചെറിയൊരു ബ്ലോക്ക് കിട്ടി കേട്ടോ. അപ്പം നേരെ വന്ന് ഹോട്ടലിൽ വന്നു കേട്ടോ. എസ എന്ന് പറയുന്നൊരു ഹോട്ടലായിരുന്നു അവർ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ലഗേജൊക്കെ വെച്ചു. എന്നോട് പറഞ്ഞു നാളെ ഇനിയും 12:30 വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഇനിയും പോകുന്നത് ചായ കുടിക്കാനാണ്. ഒരു 6.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. 6.5 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് വണ്ടി ഓടിച്ചു. ഇടയ്ക്കൊന്നും ഫുഡ് കഴിക്കാൻ നിർത്തിയല്ല, വേറെ നിർത്തിയിട്ടില്ല. അപ്പോൾ ചായ ഒരു പഴംപൊരിയും കഴിച്ചു കേട്ടോ. ഇനി ഞാൻ നേരെ പോകുന്നത് എയർപോർട്ടിൻ്റെ അവിടുത്തെ പാർക്കിങ്ങിലേക്കാണ്. GP പാർക്കിങ്. നമ്മുടെ ഡ്രൈവേഴ്സിനൊക്കെ അറിയാവുന്ന പാർക്കിങ്ങാണ് GP പാർക്കിങ്. അങ്ങനെ നമ്മുടെ അജയൻ ചേട്ടൻ എഴുതാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം എനിക്കിവിടെ റൂമൊന്നുമില്ല കൊച്ചിയിൽ. അതുകൊണ്ട് വണ്ടിയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഏതെങ്കിലും പാർക്കിങ് വണ്ടി നിർത്തിയിട്ട് അവിടെ കിടക്കുകയാണ് പതിവ് കേട്ടോ. നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ശരവണഭവനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ വെജിറ്റേറിയൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പോയി ഒരു മസാല ദോശ പറഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ലൊരു ചമ്മന്തിയൊക്കെ ആയിരുന്നു അവിടെ. അപ്പം വെജ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതല്ല, ഞാൻ അവിടുന്ന് എവിടെയെങ്കിലും കഴിക്കത്തുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ മസാല ദോശ പേരേ ഉള്ളൂ, മസാല ദോശയ്ക്ക് 143 രൂപ കേട്ടോ. ഞെട്ടിപ്പോയി ഞാൻ. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഇനി നേരെ റൂമിലേക്കല്ല, വണ്ടിക്കകത്തോട്ടാണ് കേട്ടോ.